ഹലോ, ഇന്നത്തെ പത്രമാറ്റിൻ്റെ നമ്മുടെ വിശേഷത്തിലോട്ട് പോയാലോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ നന്ദു നമ്മുടെ വേണുവിനെ വീട്ടിൽ ചെന്ന് രണ്ട് കൊടുത്തോണ്ട് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അനാമിക വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ അനാമികയ്ക്ക് ഇട്ട് തിരിച്ച് നന്ദു നല്ലൊരു ഡോസ് കൊടുത്ത് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഈ ഏരിയയിലെ ഡ്രഗ്സ് അഡിക്റ്ററുമായിട്ട് നിനക്ക് കണക്ഷൻ ഉണ്ടെന്നും അവരോടൊപ്പമാണ് അടുത്ത നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാണ് നന്ദു ഔക്കിട്ട് കൊടുക്കുന്നത്. അങ്ങനെ വേണുവിനെ കൊണ്ടുപോകുന്നുണ്ട്. വേണുവിനെ വലിച്ച് പിടിച്ച് ഷർട്ടിലെ കോളറിൽ പിടിച്ചിട്ട് വലിച്ചു കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ നമ്മുടെ CI ഇല്ലാതിരുന്ന തക്ക നോക്കിയാണ് നന്ദു ഈ പൈസ കൊടുക്കാനുള്ള വേണു പൈസ കൊടുക്കാനുള്ളവരിൽ നിന്ന് 2-3 പേരുടെ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നന്ദു സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പൊടിയുടെ പൂരാണ്. കൊടുക്കലെന്ന് വെച്ചാൽ ഒന്നൊന്നര കൊടുക്കലാണ്. കാരണം അനീനെ അറസ്റ്റ് ചെയ്തതും അതുപോലെ അനന്തപുരി തറവാടിനെതിരെ കളിക്കാനുള്ള നിൻ്റെ ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അത് ഇന്ന് കൊണ്ട് നിർത്തിക്കണമെന്നുള്ള രീതിയിൽ നന്ദു അങ്ങോട്ട് വേണുവിനെ ഇടിച്ച് വാരിയെല്ല് പറക്കിയെടുക്കാൻ പാകത്തിന് തകർക്കുകയാണ്. വേണു കിടന്ന് നിലവിളിയാണ്. അപ്പോൾ നമ്മുടെ സക്കറിയെ ഇത് കേട്ടിട്ട് വരുന്നുണ്ട്. സക്കറിയെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു മേഡം ഇങ്ങനെ ഒരു മനുഷ്യനെ തല്ലിച്ചേക്കില്ലേ, എടോ താൻ എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഇയാളെ കുറ്റം സമ്മതിക്കാൻ അവന് പറ്റുന്നില്ല. അയാൾ പൈസ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുകയില്ല, എന്നിട്ട് കൊടുക്കാനില്ലെന്നുള്ള വാദവും. അപ്പോൾ കൊടുക്കണ്ടേ, ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റേഷനിലെ രീതി എന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കണ്ടേ, ചെകിട അടിച്ചങ്ങോട്ട് പിരിക്കുകയാണ്. ആ രീതിയിൽ നന്ദു എടുത്തിട്ട് വേണുവിനെ പെരുമാറാണ്. എൻ്റെ സെല്ലിനകത്ത് നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ ആ സമയം നമ്മുടെ സക്രിയെ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് ഈ അടി കൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിലുള്ള ദേഷ്യത്തിനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ വേണു പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ നടു ഒടിഞ്ഞടോ. ഇനിയിപ്പോൾ ഏതെങ്കിലും വല്ല കാട്ടുവൈദ്യന്മാരുടെ ചികിത്സ എന്തെങ്കിലുമൊക്കെ നോക്കി ശരീരം നോക്കാൻ നോക്കിക്കോ. കാര്യം മേഡം മർമ്മവും നോക്കിയാൽ തന്നേക്കണ. ബ്ലാക്ക് മെൽറ്റ് മാത്രമല്ല, കളരിപ്പയറ്റും കൂടെ തെളിഞ്ഞ ആളാണ്. അതല്ലേ ഈ സ്റ്റേഷനിലുള്ള അതിർത്തിയിലുള്ള ഗുണ്ടകൾക്കൊക്കെ മേഡത്തെ കാണുമ്പോഴത്തേക്ക് ഇത്ര പേടി. അതുകൊണ്ട് സാറ് ഇത്രയും നല്ല രീതിയിൽ ഒതുങ്ങി പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും CI ഇല്ലാതിരുന്ന സമയം നോക്കിയാണ് സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CI വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എനിക്ക് ഇരിക്കാനും വയ്യടോ നിൽക്കാനും വയ്യടോ എന്നും പറഞ്ഞുകൊണ്ട് വേണു കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീൻ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാടാണ്. അപ്പം നമ്മുടെ മുത്തശ്ശനൊക്കെ പോകാനായിട്ട് റെഡി ആവുകയാണ്. എന്താണ്, നമ്മുടെ നന്ദുവിനെ പെണ്ണാലോചിക്കാൻ വേണ്ടി, നമ്മുടെ അനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2 പ്രണയിനികളുടെ പ്രണയം സഫലമാകുമോ എന്ന പ്രതീക്ഷയിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും പോകുന്നത്. അനിക്കാണെങ്കിൽ നിലത്ത് നിൽക്കാൻ വയ്യ. കാര്യം എന്ന് വെച്ചാൽ താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ മുത്തശ്ശൻ ഈ ഒരു കാര്യം ഇത്രയും ഗൗരവത്തോടെ എടുത്ത് തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെണ്ണാലോചിക്കും എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അനി മേളിൽ നിന്ന് റൂമിൽ നിന്ന് താഴെ ഓടി വരികയാണ്, മുത്തശ്ശനും മുത്തശ്ശി ഇറങ്ങിയെന്നൊക്കെ. എൻ്റെ എന്താ ഒരു ബഹളവും സന്തോഷവും. മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിക്ക് ഉമ്മ കൊടുക്കണോ, നിങ്ങൾ പോയിട്ട് വരുന്നവരെ ഞാൻ പ്രാർത്ഥിക്കും, പൂജാമുറി തന്നെയായിരിക്കും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ എന്തായാലും ഞാനും മുത്തശ്ശിയും പോയി ഗോവിന്ദൻ്റെ അടുത്തും കമലയുടെ അടുത്തും ഒരു കാര്യം പറയുമ്പോൾ അവർ നിരസിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്നാലും അതൊന്നും അല്ലല്ലോ കാര്യം, അവരുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അത് മാത്രമല്ല, ഒരുപാട് കടമ്പകൾ നമുക്ക് നന്ദുവിനെ കിട്ടണമെങ്കിൽ കടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അന്നി. അപ്പോൾ അന്നി പറഞ്ഞു, എനിക്കറിയാം മുത്തശ്ശി, ഏറ്റവും പ്രധാനം നിൻ്റെ അമ്മയാണ്. അവൾ അവസാന നിമിഷം വരെയും നിനക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് എന്തായാലും ആദ്യം നന്ദുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിലപാട് എന്താണെന്ന് അറിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ അനി പറയുന്നുണ്ട്. അനിയല്ല, മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അനി പറയുന്നുണ്ട്, എല്ലാം ശരിയാവും മുത്തശ്ശ, ഞാൻ അനുഗ്രഹിച്ചിരിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിരിച്ച് സന്തോഷത്തോടു കൂടെയാണ് അനി അവരോട് പറയുന്നത്. എന്തായാലും നീ അനുഗ്രഹിക്കാന്ന് വേണ്ട, ഞങ്ങൾ യുദ്ധത്തിനൊന്നും അല്ലല്ലോടാ പോകുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അനിയെ കളിയാക്കുന്നുണ്ട്. എന്തായാലും അനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവർക്ക് ഉമ്മയൊക്കെ കൊടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞ് അവർ വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ CI സച്ചിദാനന്ദൻ സ്റ്റേഷനിൽ വരണം. വന്ന സമയത്ത് തന്നെ നമ്മുടെ സക്കറിയെ ഓടിപ്പോയി പറയുന്നുണ്ട്, സാറിൻ്റെ ആ സുഹൃത്തുണ്ടല്ലോ മറ്റേ വേണു, അയാളെ കൊണ്ടുവന്ന് സാറില്ലാത്ത നേരം നോക്കി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നല്ല പോലെ പെരുമാറി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തല്ലിയോടോ? ഒരുപാട് തല്ലി സാറേ എന്ന് പറയുന്നുണ്ട്. ഭാര്യയിൽ പിറക്കിയെടുക്കാൻ പാകത്തിന് തല്ലിയിട്ടുണ്ട്. അപ്പോൾ സച്ചി പറഞ്ഞു, നന്ദു അങ്ങനെയാണ്,
അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്ദുവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്. ഓ എന്നാൽ പിന്നെ കടുക്കൻ ഇട്ടൂടെ, അപ്പോൾ പതുക്കെ പറയാം. അപ്പോൾ സക്കറിയ അപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞു, താൻ എന്താ പറഞ്ഞത്? അല്ല ഞാൻ പറഞ്ഞതെന്നുള്ളൂ, ഇത്രയും തല്ലിൻ്റെ ആവശ്യമില്ല. താൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നന്ദുവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. കാര്യം ഞാൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോണു എന്നുള്ളതൊക്കെ ശരി, പക്ഷേ തനിക്ക് ഒരുപാട് ഫ്രീഡം ഒന്നും ഞാൻ തന്നിട്ടില്ല. താൻ ഒരുപാടൊന്നും തലയിൽ കയറണ്ട. പറഞ്ഞു കേട്ടല്ലോ, എപ്പോഴും തൻ്റെ സീനിയർ ഓഫീസർ എന്നുള്ള ഒരു ബഹുമാനവും ഇതും തനിക്ക് വേണം. ഓ ശരി സാർ എന്ന് പറഞ്ഞു. എന്നിട്ട് സച്ചി അകത്തോട്ട് പോകണം. എന്നിട്ട് സച്ചി സക്രിയയുടെ അടുത്ത് പറയും, നന്ദുവിനെ എൻ്റെ റൂമിലോട്ട് വരാൻ പറഞ്ഞ് പോവാണ്. എന്നിട്ട് നന്ദു പെട്ടെന്ന് തന്നെ ചെല്ലുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളതൊക്കെ നമ്മുടെ സച്ചിദാനന്ദൻ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, സാറേ ഒരുപാട് പേർക്ക് ഇയാളെ പൈസ കൊടുക്കാനുണ്ട്. അതിൽ 2-3 പേര് പിന്നെ കോടതി ഇവിടെ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇത് അനീനെ അറസ്റ്റ് ചെയ്തതിനുള്ള പ്രതിഷേധമാണോ? അല്ല സാർ, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഇയാളിപ്പോൾ പൈസ കൊടുക്കാതെ ഒരുപാട് പേര് പൈസ കിട്ടാഞ്ഞിട്ട് വന്ന് കംപ്ലൈൻറ്റ് തരണം. 1-2 ലക്ഷങ്ങളുടെ കണക്കൊന്നുമല്ല, കോടികളുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നതെന്ന് നമ്മുടെ സച്ചിദാനന്ദനോട് നമ്മുടെ നന്ദു പറയുന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് ആരോടും വൈരാഗ്യവും ദേഷ്യമൊന്നുമില്ല. എന്നിട്ടും ഇയാൾ കുറ്റം സമ്മതിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നിങ്ങനെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. എന്നാലും ഇത്രയും തല്ലേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, സാറേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവൻ തർക്കിക്കുകയാണ്, കുറ്റം സമ്മതിക്കില്ല. ഞാൻ പൈസ കൊടുക്കാനില്ലെന്നാണ് പറയുന്നത്. അത് പിന്നെ കേൾക്കുമ്പോൾ എന്താ ചെയ്യണേ? അല്ല, ഇവിടെ അനി വന്നപ്പോൾ ഞാൻ അനിയുടെ ദേഹത്ത് തല്ലിയിട്ടൊന്നും ഇല്ലല്ലോ. നമ്മളങ്ങനെ സ്റ്റേഷൻ്റെ ഒരു പ്രതിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തല്ലേണ്ട കാര്യം ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിദാനന്ദൻ്റെ കാര്യം അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നന്ദു ആയതുകൊണ്ട് സച്ചിദാനന്ദനെ പറയാനും പറ്റുന്നില്ല. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കെ അപ്പോൾ നമ്മുടെ സച്ചിദാനന്ദൻ ശരി ആയിക്കോട്ടെ, ഞാൻ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ നന്ദുവിനോട് പൊക്കോളാൻ പറയണം. അത് കഴിഞ്ഞ് സച്ചിദാനന്ദൻ പിന്നെ നമ്മുടെ വേണുവിനെ സ്റ്റേഷൻ സെല്ലിൽ നിന്ന് ഇറക്കി ജാമ്യം കൊടുത്ത് വിടുകയാണ്. അപ്പോൾ വേണുവിനോട് നമ്മുടെ സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, താൻ എന്തായാലും നാടൻ മുട്ടയിൽ കുരുമുളക് ഇട്ട് കഴിച്ചു. കാര്യം എന്ന് വെച്ചാൽ തൻ്റെ ശരീരം അമ്മാതിരി ഉടഞ്ഞു മാറിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് സാറേ എവിടെയാണ് കല്യാണം കഴിക്കാൻ പോകണമെങ്കിൽ സാറിൻ്റെ മർമ്മമൊക്കെ ഒന്ന് നോക്കിയും കണ്ടും വെച്ചു, എന്നിട്ട് എന്തെങ്കിലും വെച്ച് കവർ ചെയ്തോ. കാര്യം എന്ന് വെച്ചാൽ എവിടെ അത് അടിച്ച് തൊലിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. നട്ടെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ നോക്കിയും കാത്തുമൊക്കെ വെച്ചു. അപ്പോൾ സച്ചിക്ക് ചിരി വരണം. എൻ്റെ വേണു പിന്നെ ആവർത്തിച്ച് പറയുകയാണ്, സാറേ എന്തൊക്കെ ഞാൻ പറഞ്ഞാലും ശരി, എവളും അനിയും തമ്മിൽ മുടിഞ്ഞ പ്രേമമാണ് സാറേ. എടോ അത് നന്ദുവിനില്ല, എന്തായാലും അനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയുന്നുണ്ട്, ആരാ സാറിനോട് പറഞ്ഞ് എവക്കും അങ്ങോട്ടുണ്ട് എന്ന് സാറിത് മനസ്സിൽ കുറിച്ച് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് സച്ചിദാനന്ദനെ ഒന്ന് എരിയിപ്പിച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ പിന്നെ വേണു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ സച്ചിക്ക് അത് കേട്ടെങ്കിലും അയാൾ പറഞ്ഞ കാര്യങ്ങളിങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ വക്കീൽ ജാമ്യത്തിൽ നമ്മുടെ വേണുവിനെ കൊണ്ടുപോയി വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വക്കീലും കൂടെ വരികയാണ്. അപ്പോൾ വേണുവിനാണെങ്കിൽ നടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അത്രയ്ക്ക് നന്ദു കൊടുത്തിട്ടുണ്ട്. ശരീരം ആസകല ഒട്ടഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അനാമികയും അമ്മയൊക്കെ സങ്കടം വരികയാണ്. കാരണം ഇത്രയും തല്ലി ചതിച്ചല്ലോ അവള്, ഞാൻ വെറുതെ വിടാൻ പോണില്ല വക്കീലെ. കാര്യം അവളെയും അനിയെയും അവൻ്റെ മുത്തശ്ശിയെ ഉൾപ്പെടെ ഞാൻ കോടതി കയറ്റി ഇറങ്ങും. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, മോളെ ഇതങ്ങനെ വെറുതെ വിടരുത്, നിൻ്റെ കവളത്തടിച്ചു, അച്ഛനെ എൻ്റെ മുമ്പിൽ വെച്ച് തടി, ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ നന്ദുവിനെ കൊണ്ട് ഈ ഇടിപ്പിച്ചു. ഇതിനെല്ലാം നമുക്ക് അനന്തപുരി തറവാട്ടിലെ ഓരോരുത്തരെയും മക്കളെയും ചെറുമക്കളെയും മരുമക്കളെയും ആ പാവം മുത്തശ്ശി ഉൾപ്പെടെയാണെങ്കിലും കോടതി കയറി ഇറങ്ങണം. കേസ് അത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. എൻ്റെ വക്കീൽ എൻ്റെ അടുത്ത് നമ്മുടെ അനാമിക ചോദിക്കുന്നുണ്ട്, അങ്ങനെ കൊടുത്താലും വല്ല കാര്യമുണ്ടോ വക്കീല്? കാര്യം ഇല്ലാണ്ടിരിക്കുമോ? നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാം. ഒരു കാര്യം ചെയ്യ, സമയം അനുസരിച്ച് അച്ഛനെയും കൂട്ടി മോള് സ്റ്റേഷനിലോട്ട് വക്കീൽ ഓഫീസിലോട്ട് വന്നോ, ഞാൻ അതിൻ്റേതായ രീതിയിൽ കംപ്ലൈൻറ്റ് എഴുതി റെഡിയാക്കി വെക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അനാമിക ചിന്തിച്ച് നിൽക്കണം, എന്ത് വന്നിരുന്നാലും എത്ര വന്നിരുന്നാലും ഈ കേസ് ഞാൻ പിൻവലിക്കുകയില്ല. ഇനി ഇതിൻ്റെ പേരിൽ എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആ രീതിയിലെല്ലാം പോയി ഞാൻ അനന്തപുരി തറവാട്ടിനെ എത്രത്തോളം നാണം കെടുത്താൻ പറ്റും ആ രീതിയിലൊക്കെ ഞാൻ നാണം കെടുത്തു എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഏകദേശം ഒരു പ്രൊമോ പത്രമാറ്റിൻ്റെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യത്തിന് വേണ്ടി പോയത് സക്സസ് ആവുമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ അനാമികയും വേണുവും അമ്മയും ഒക്കെ ചേർന്നിട്ട് അടുത്ത കരുനീക്കങ്ങൾ എന്ത് തന്നെയായാലും അത് തരണം ചെയ്യാൻ മൂർത്തി തയ്യാറായി
തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന ഓരോ പ്രൊമോ വീഡിയോയും എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് നമ്മുടെ സ്വന്തം സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊള്ളുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.